സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ സീസണിലെ ബെസ്റ്റ് പെർഫോമൻസിനെ പറ്റി ഒരു ടോപ്പ് 5 ബെസ്റ്റ് പെർഫോമൻസിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ സീസണിൽ ബെസ്റ്റ് മാത്രമല്ല വേസ്റ്റും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ലെവലിലേക്ക് എത്താതിരുന്ന അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്ത് പോലും എത്താതിരുന്ന ചില പ്ലേയേഴ്സും പെർഫോമൻസസും ഉണ്ട്. സോ ഇന്ന് നമ്മൾ അതിനെപ്പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ സീസണിൽ ആ ഒരു എക്സ്പെക്ടേഷനിലേക്ക് എത്താതിരുന്ന ചില പെർഫോമൻസിനെ പറ്റി ഒരു കാര്യം പ്രത്യേകം നോട്ടീസ് ചെയ്യുക. പ്ലേയേഴ്സിനെ സംബന്ധിച്ച്, ഫുട്ബോൾ പ്ലേയേഴ്സിനെ സംബന്ധിച്ച് സീസണുകൾ ഇങ്ങനെ മാറി മാറി വരും. ചില പ്ലേയേഴ്സ് ചില മാച്ചുകളിൽ, ചില സീസണുകളിൽ അല്ലെങ്കിൽ ചില ടീമുകൾക്ക് വേണ്ടി വളരെ മികച്ചതിൽ പെർഫോം ചെയ്യും. പക്ഷേ അതൊന്ന് മാറി വരുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു സീസണിലേക്കോ മറ്റൊരു ടീമിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു മാച്ചിലേക്കോ വരുമ്പോൾ ആ ഒരു പെർഫോമൻസ് ഡെലിവർ ചെയ്യാൻ സാധിക്കണമെന്നില്ല. എല്ലാവരും മനുഷ്യന്മാരാണ്. ചിലപ്പോൾ ഈ ലിസ്റ്റിലുള്ള പ്ലേയേഴ്സ് ആയിരിക്കും അടുത്ത സീസണിൽ ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ മറ്റൊരു ടീമിന് വേണ്ടി ബെസ്റ്റ് ആയിട്ട് കളിക്കാൻ പോകുന്നത്. സോ ഒരൊറ്റ സീസണിലെ പെർഫോമൻസ് കൊണ്ട് ആരെയും പോയി പൊങ്കാലിടാനോ അല്ലെങ്കിൽ അവരുടെ കരിയറിനെ തന്നെ ചോദ്യം ചെയ്യാനോ പറ്റില്ല. അതിങ്ങനെ മാറി മാറി വരും. സോ നമ്മൾ ഈ ഒരു സീസണിനെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. ഈ സീസണിൽ നമുക്ക് പ്രതീക്ഷ ലെവലിലേക്ക് എത്താതിരുന്ന അല്ലെങ്കിൽ കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയിട്ട് തോന്നിയ പെർഫോമൻസുകളെ പറ്റി അതിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ സ്പെഷ്യൽ മെൻഷൻസ് ഉണ്ടായിരുന്നു. അതുപോലെ നമുക്കൊരു തീരെ മോശം എന്ന് പറയാൻ പറ്റാത്ത എന്നാൽ ഒരു നമ്മൾ പ്രതീക്ഷ ലെവലിലേക്ക് എത്താത്ത ചില പ്ലേയേഴ്സ് ഉണ്ട്. സൈൻ ചെയ്തപ്പോൾ നമ്മൾ കൂടുതൽ പ്രതീക്ഷിച്ച ഒരു പ്ലെയറാണ് ഇഷാൻ പണ്ഡിത. ഈ സീസണിൽ അധികം ഗെയിം ടൈം കിട്ടിയിട്ടില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. അതിന് ലാസ്റ്റ് മാച്ചുകളാണ് സ്റ്റാർട്ടിംഗ് 11ലേക്കും ഈ പറഞ്ഞ പോലെ കൂടുതൽ ഗെയിം ടൈം കിട്ടുന്ന രീതിയിലേക്ക് വന്നത്. പക്ഷേ ആ കിട്ടിയ അവസരം കൃത്യമായി മുതലാക്കിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്പേഴ്സിന്റെ കാര്യത്തിൽ ഒന്ന് പിറകിലാണ് ഇഷാൻ പണ്ഡിത. ചാൻസ് മുതലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാ ബോളിനും ചേസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പല സ്ട്രൈക്കേഴ്സിനും കാണാത്ത ആ ഒരു അഗ്രഷൻ അദ്ദേഹത്തിൽ കാണുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ കിട്ടാത്തൊരു ബോൾ പോലും അദ്ദേഹം ചേസ് ചെയ്ത് പോയി പ്രസ് ചെയ്ത് പിടിക്കുന്നതും അല്ലെങ്കിൽ ആ പന്ത് റിക്കവർ ചെയ്തതും പാസുകൾ കൊടുക്കുന്നതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എവിടേക്കോ നമ്മൾ ഗോവയ്ക്ക് വേണ്ടി കളിച്ചപ്പോഴോ അല്ലെങ്കിൽ ജംഷഡ്പൂരിന് വേണ്ടി കളിച്ചപ്പോഴുള്ള ആ ഒരു ഫിനിഷിംഗ് ലെവല് മാത്രമാണ് ഈ സീസണിൽ ഇഷാൻ പണ്ഡിതിൽ നിന്ന് മിസ്സായത്. ഒരുപാട് ചാൻസുകൾ, ഒരു ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാൻസസ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. ഫിനിഷിംഗ് നന്നായിരുന്നെങ്കിൽ ഒരു പക്ഷേ പല മാച്ചുകളിലും ഈ പറഞ്ഞ ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള ചാൻസ് അതിന് കിട്ടിയിരുന്നു. സോ അവിടെയാണ് ഇഷാൻ പണ്ഡിത് നിരാശപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള പ്ലേയേഴ്സിൽ ജീക്സന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ലെവൽ അല്ലെങ്കിൽ ഇവരുടെ ഒരു ക്വാളിറ്റി വെച്ചിട്ട് നമ്മളെ അത്രയും ഹെൽപ്പ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് നമ്മളൊന്ന് ചിന്തിക്കേണ്ടി വരും. അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള പെർഫോമൻസ് ഇവിടെ വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും വളരെ മോശമൊന്നോ അല്ലെങ്കിൽ വളരെ മികച്ചൊന്നോ പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. സോ ഇനി തീർത്തും നിരാശപ്പെടുത്തിയ ചില പെർഫോമൻസുകളിലേക്ക് വരുമ്പോൾ അതിൽ 5ാം സ്ഥാനം കൊടുക്കാൻ എനിക്ക് തോന്നുന്നത് പ്രബീർ ദാസിനാണ്. ശരിക്കും പ്രബീർ ദാസ് എന്ന് പറയുന്ന പ്ലെയറിനെ സെക്കൻഡ് ഫേസിൽ നമ്മൾ കണ്ടിട്ടേ ഇല്ല. അദ്ദേഹം എവിടെ പോയി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലെയർ ഉണ്ടോ എന്ന് പോലും സംശയമാണ്. പല കാരണങ്ങൾ കൊണ്ടായിരിക്കും, ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു, പിന്നെ എന്തൊക്കെയോ ഇഷ്യൂസ് അതിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രബീർ ദാസ് നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു പ്ലെയറാണ്. നമ്മളൊരു ഖബ്ര 2.0 ആവുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. ഖബ്ര നമുക്ക് ടീമിന് നൽകിയ ഒരു അഗ്രസീവ് മെൻറ്റാലിറ്റി ഉണ്ട്. ടീമിനെ ടോട്ടലി ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യുന്നതിലും അതിൻ്റെ ആ ഒരു പ്രസൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വേവ് ലെങ്ത്തുള്ള ഒരു പ്ലെയർ ആയിരുന്നു പ്രബീർ ദാസ്. അത് നമ്മൾ പല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വീഡിയോസ് കാണുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അത് തുടക്കത്തിലുണ്ടായിരുന്നു. പതിയെ പതിയെ അതിന് അവസരങ്ങൾ കിട്ടാതെയായി, അദ്ദേഹത്തെ കാണാതെയായി, ഇഞ്ചുറീസ് വന്നു. അങ്ങനെയൊക്കെ ആ ഒരു പ്രതീക്ഷ ലെവലിലേക്ക് എത്താതെ ഇരുന്ന ഒരു പ്ലെയറിനെ പോലെ പ്രബീർ ദാസിന് എനിക്ക് ഫീൽ ചെയ്തു. റൈറ്റ് ബാക്കിൽ ഒരു നല്ല സാന്നിധ്യമായി മാറേണ്ടിയിരുന്ന ഒരു പ്ലെയറാണ് പ്രബീർ ദാസ്. 8 മാച്ചുകൾ മാത്രമാണ് അദ്ദേഹം കളിച്ചത്. അതിൽ പലതും സബ്ബായിട്ടൊക്കെയാണ് വന്ന് കളിച്ചത്. 90 മിനിറ്റ്സ് ത്രൂ ഔട്ട് ആ ഒരു റൈറ്റ് ബാക്ക് പൊസിഷനിൽ നമുക്കൊരു കൺട്രോൾ കിട്ടുന്ന ലെവലിലേക്ക് അദ്ദേഹത്തിന് വരാൻ പറ്റാതിരുന്നത് ഒരു നിരാശയാണ്. 4ാം സ്ഥാനത്ത് വരുന്നത് നമ്മുടെ ഗോൾ കീപ്പറായിട്ടുള്ള കരൺജിത് സിംഗ് ആണ്. അദ്ദേഹം നമുക്ക് കാര്യമായിട്ട് ഉപയോഗിക്കേണ്ടി വരില്ല എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ സച്ചിൻ പോയതിനു ശേഷം സെക്കൻഡ് ഗോൾ കീപ്പറായിട്ട് സെക്കൻഡ് ചോയ്സായിട്ട് തിരഞ്ഞെടുത്തത് കരൺജിത്തിനെയാണ്. അദ്ദേഹം എല്ലാ മാച്ചിലും ഗോൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഒരു ക്ലീൻ ഷീറ്റ് പോലും കിട്ടാത്ത രീതിയിൽ എല്ലാ മാച്ചിലും ഗോൾ കൺസിഡർ ചെയ്യേണ്ടി വന്നു കരൺജിത്തിന്. ആൻഡ് പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ചുകളിലും അതിൻ്റെ പെർഫോമൻസ് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചില മാച്ചുകളിലൊക്കെ കൈകളുടെ ഇടയിലൂടെ ഗോൾ സ്കോർ ചെയ്യപ്പെടുന്നതും ആ ഒരു റിഫ്ലക്സിൻ്റെ കുഴപ്പവും ആ ഒരു പേസ് ഇല്ലാത്തതൊക്കെ പ്രശ്നങ്ങളായിട്ടുണ്ടായിരുന്നു. ക്വാളിഫയർ മാച്ചിലാണെങ്കിലും ലാറയ്ക്ക് ശേഷം കരൺജിത്ത് വന്നപ്പോഴാണ് 2 ഗോൾ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ കരൺജിത്തിന്റെ പെർഫോമൻസ് അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ ആയിരുന്നില്ല എന്ന് പറയേണ്ടി വരും. ആൻഡ് 3ാം സ്ഥാനത്ത് വരുന്നത് ഡാനിഷ് ഫറൂഖ് ആണ്. പലരുടെയും ഒരു ഹെയ്റ്റ് വാങ്ങിക്കൂട്ടിയ ഒരു പ്ലെയറാണ്. നമ്മൾ ആദ്യമേ സൂചിപ്പിച്ച പോലെ ചിലപ്പോൾ മറ്റൊരു ടീമിന് വേണ്ടിയോ അല്ലെങ്കിൽ അടുത്ത സീസണിലോ ബെറ്റർ ആവാനുള്ള ചാൻസസ് ഈ ഒരു പ്ലെയറിനുണ്ട്. പക്ഷേ ഈ സീസണിലേക്ക് വരുമ്പോഴും ഒരു ചില സമയങ്ങളിൽ ചില മാച്ചുകളിൽ ഒരു സ്പെസിഫിക് റോൾ ഉള്ളതുപോലെ അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിഫെൻസീവ്ലി പല സമയത്തും ഈ പറഞ്ഞ പോലെ ഒരു ഫൗളുകളിലേക്ക് പോകുന്നതും അല്ലെങ്കിൽ പല പ്ലേയേഴ്സിനെ പിടിച്ചിരുന്നതും അതുപോലെ തന്നെ ടാക്കിൾസ്, ഇന്റർസെപ്ഷൻസ്, അത്തരത്തിലുള്ള ഡിഫെൻസീവ് ആക്ടുകളിൽ നമുക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഡാനിഷിനെ പറയാനില്ല. പക്ഷേ ഒഫൻസീവിൽ വരുമ്പോൾ വിത്ത് ദ ബോൾ വരുമ്പോഴാണ് ഡാനിഷ് നിരാശപ്പെടുന്നത്. മെജോറിറ്റി മാച്ചസും കളിക്കാൻ അതിന് പറ്റിയിരുന്നു. 20 മാച്ചസ് അദ്ദേഹം കളിച്ചു. തുടക്കത്തിൽ ഗോൾ കോൺട്രിബ്യൂഷനും അതിന് വന്നിരുന്നു. 2 ഗോളുകൾ ഈ ഒരു സീസണിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടോപ്പ് ഇന്ത്യൻ ഗോൾ സ്കോറർ കൂടിയാണ് ഡാനിഷ് ഫാറൂഖ്. അതുപോലെ തന്നെ ദിമിത്രോസിലെ വെച്ച് കൊടുത്തൊരു അസിസ്റ്റും ഉണ്ട്. സോ 3 ഗോൾ കോൺട്രിബ്യൂഷൻ
അദ്ദേഹത്തിനുണ്ട്. പക്ഷെ എന്നാൽ പോലും ഡാനിഷ് വരുന്ന മാച്ചുകളിലെല്ലാം മധ്യനിരയിൽ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ പറഞ്ഞ പോലെ മിസ് പാസുകളുടെ കാര്യത്തിലാണെങ്കിലും ഹോൾഡിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും ചില ക്രിയേറ്റീവ് പാസുകളുടെ മിസ്സിംഗ് ആണെങ്കിലും അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിച്ചിരുന്നു. ബംഗളൂരു എഫ് സിയിൽ കുറച്ചുകൂടി ഒരു ഉറപ്പുള്ള ഒരു പ്ലെയർ ആയിരുന്നു ഡാനിഷ് ഫാറൂഖ്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൽ ആ ഒരു ലെവലിലേക്ക് എത്താൻ ഈ സീസണിൽ തുടർച്ചയായ രണ്ടാമത്തെ സീസണിലും അതിന് സാധിച്ചിട്ടില്ല. സോ ഡാനിഷ് ഫാറൂഖിന്റെ പെർഫോമൻസും ഒരു ഡിസപ്പോയിന്റിംഗ് ആയിട്ട് തോന്നിയ ഒരു പെർഫോമൻസ് ആണ്. ആൻഡ് ഒരുപാട് അവസരങ്ങൾ കിട്ടി, പക്ഷേ കിട്ടിയ അവസരങ്ങളിൽ വലിയ രീതിയിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കാൻ അതിന് സാധിച്ചില്ല. സോ നമുക്ക് ആ ഒരു മധ്യനിരയിൽ ഒരു ഹോൾഡ് കിട്ടാത്തതിൽ ഡാനിഷ് ഫാറൂഖിന്റെ പെർഫോമൻസും ഒരു ചെറുതല്ലാത്ത കാരണമാണ്. ആൻഡ് സെക്കൻഡ് പ്ലേസ് പോകുന്നത് നമ്മുടെ മലയാളി താരമായിട്ടുള്ള രാഹുൽ കെ പിക്കാണ്. രാഹുൽ കെ പിയെ സംബന്ധിച്ച് ISL തന്നെ അതിന്റെ ഏറ്റവും മോശം സീസണുകളിൽ ഒന്നായിട്ടാണ് ഇത് മാറുന്നത്. അത് ഈ ഒരു സീസണോടുകൂടി കഴിയും എന്ന് പ്രതീക്ഷിക്കാം. അടുത്ത സീസൺ തൊട്ട് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഗോൾ അടിക്കുന്ന ഒരു രാഹുൽ കെ പിയെ തിരിച്ച് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ഈ സീസണിൽ ഡിസപ്പോയിന്റിംഗ് ആയുള്ള ഒരു പെർഫോമൻസ് ആണ് രാഹുലിനുണ്ടായിരുന്നത്. 19 മാച്ചസ് അദ്ദേഹം കളിച്ചു, 2 അസിസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഒഫൻസീവ്ലി ഗോളുകൾ അടിക്കാൻ പറ്റുന്ന ഒരുപാട് സിറ്റുവേഷനിൽ, അതും 1-on-1 ഗോൾ കീപ്പർ മാത്രം മുന്നിൽ നിൽക്കെ ഒരുപാട് അവസരങ്ങൾ ഈ ഒരു മാച്ചിൽ ഈ ഒരു സീസണിൽ രാഹുലിന് കിട്ടിയിരുന്നു. അത് കൺവേർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് ഈ സീസണിലെ രാഹുലിന്റെ ഏറ്റവും വലിയൊരു പോരായ്മ. ഫിനിഷിങ്ങിന്റെ പ്രശ്നമാണ്, ഇഷാൻ പണ്ഡിതെ പോലെ തന്നെ ഫിനിഷിങ്ങിന്റെ പ്രശ്നമാണ്. പക്ഷേ ഈ വിങ്ങിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കാര്യത്തിലും രാഹുൽ പല മാച്ചുകളിലും പരാജയപ്പെട്ടിട്ടുണ്ട്. 9 ചാൻസസ് ക്രിയേറ്റ് ചെയ്തു, 8 കീ പാസുകളാണ് കൊടുത്തത് 19 മാച്ചുകൾ കൊണ്ട്. ഈ കണക്ക് വെറും 7-8 മാച്ചുകൾ കൊണ്ട് സൗരവ് മറികടന്നിരുന്നു ഈ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യവും കീ പാസുകളുടെ കാര്യമൊക്കെ. സോ അവിടെ നമുക്ക് ആ ഒരു ഡെഡ്ലി എന്ന് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്കൊരു ഡേഞ്ചർ വിങ്ങർ എന്ന് പറയുന്ന രീതിയിൽ രാഹുൽ മാറിയിരുന്നില്ല. ഫസ്റ്റ് സീസണിലൊക്കെ പേസ് കൊണ്ടും സ്കില്ല് കൊണ്ടും അതുപോലെ തന്നെ ബോക്സിനകത്തുള്ള പവർഫുൾ ഷോട്ടുകൾ കൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു നമ്മുടെ രാഹുൽ കെ പി. ബംഗളൂരു എഫ് സിക്കെതിരെയുള്ള ഗോളുകൾ, അതുപോലെ തന്നെ പേസ് കൊണ്ട് അദ്ദേഹം ആ ഒരു വിങ്ങിൽ ഉണ്ടാക്കുന്ന ചേഞ്ച്, നമുക്ക് ഡിഫെൻസീവ്ലി അദ്ദേഹം പേസ് ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ഒരുപാട് നമുക്ക് ഡിഫറൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ സീസണുകളിൽ. പക്ഷേ ഈ സീസണിൽ അതൊന്നും നമ്മളെ ഹെൽപ്പ് ചെയ്തില്ല എന്നുള്ളതാണ് രാഹുൽ കെ പിയുടെ ഒരു മോശം സീസണായിട്ട് ഇതിനെ മാറ്റുന്നത്. ആൻഡ് ഡിഫെൻസീവ്ലി ആണെങ്കിൽ പോലും ഒരുപാട് അനാവശ്യമായിട്ട് ടാക്കിൾസും അനാവശ്യമായുള്ള അഗ്രഷൻ കൊണ്ട് വഴങ്ങിയ യെല്ലോ കാർഡുകളും അതിന് ഈ സീസണിലുണ്ട്. സോ രാഹുൽ കെ പി എന്ന് പറയുന്ന മലയാളി പ്ലെയർ സഹല് പോയതിനു ശേഷം വളരെയധികം ഡൗൺ ആയ ഒരു ഫീലാണ് പെർഫോമൻസ് വൈസ്. സോ അത് തീർച്ചയായിട്ടും തിരിച്ചു വരേണ്ടതാണ്. നമ്മുടെ ഒരു ലോക്കൽ പ്ലെയർ എന്ന രീതിയിൽ അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അണ്ടർ-17 പ്ലെയർ ആണ്. ഈ ഒറ്റ സീസൺ കൊണ്ട് രാഹുൽ കെ പി ഹെയ്റ്റ് ചെയ്യുന്നതുകൊണ്ടോ വിമർശിക്കുന്നതുകൊണ്ടോ പ്രയോജനമൊന്നുമില്ല. അതിന് തിരിച്ചു വരാനുള്ള ആ ഒരു മോട്ടിവേഷൻ കൊടുക്കുകയാണ് വേണ്ടത്. അതിനെ സംബന്ധിച്ച് നല്ലൊരു കാലിബറുള്ള ഒരു പ്ലെയർ ആണ്. സോ ആ പേസും ആ പവർഫുൾ ഷോട്ട്സും അതുപോലെ തന്നെ ഡിഫെൻസീവ്ലി ഒക്കെ അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യേണ്ടതാണ്. സോ അത് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. മറ്റൊരു ടീം യൂട്ടിലൈസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾ തന്നെ അതിന്റെ ആ ഒരു ഫീച്ചേഴ്സ് അൺലോക്ക് ചെയ്യേണ്ടതാണെന്ന് തോന്നുന്നുണ്ട്. സോ എന്തുകൊണ്ടും ഈ ഒരു സീസൺ അതിന് മറക്കേണ്ട ഒരു സീസണായിട്ട് തന്നെയാണ് തോന്നിയത്. ആൻഡ് അവസാനമായിട്ട് ഈ സീസണിലെ ഏറ്റവും ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നിയ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് കൊണ്ട് മാത്രമല്ല, വന്ന ഹൈപ്പ് കൊണ്ട് കൂടിയാണ് പ്രീതം കോട്ടാൽ. സഹലിന് പകരം ഒരു സ്വാപ്പ് ഡീൽ വഴിയാണ് പ്രീതം കോട്ടാൽ നമ്മുടെ ടീമിലേക്ക് എത്തിയത്. സെൻറ്റർ ബാക്കായിട്ടും റൈറ്റ് ബാക്കായിട്ടും ഈ ഒരു സീസണിൽ കളിച്ചു. ആൻഡ് കണക്കുകളിലേക്ക് വരുമ്പോൾ വളരെ മോശം എന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള കണക്കുകൾ അതിനുണ്ട്. ഇൻ്റർസെപ്ഷൻ്റെ കാര്യത്തിലാണെങ്കിൽ ടോപ്പ് ഇൻ്റർസെപ്ഷൻ പ്രീതം കോട്ടാലിനാണുള്ളത്. ആൻഡ് ഈ പറഞ്ഞ കണക്കുകൾ ടാക്കിൾസിൻ്റെ കാര്യത്തിലാണെങ്കിലും അവിടെയൊക്കെയും ഡീസൻ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു കണക്കുണ്ട്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചത് ഇതൊന്നും ആയിരുന്നില്ല. അല്ലെങ്കിൽ പ്രീതം കോട്ടാൽ പോലെ ഒരു ഹൈ ക്വാളിറ്റി ഇന്ത്യൻ നാഷണൽ ടീം പ്ലെയർ വരുമ്പോൾ അവിടെ നമുക്ക് ഉണ്ടാവേണ്ട ഒരു ഡിഫറൻസിൻ്റെ പകുതി പോലും ഉണ്ടാക്കാൻ പ്രീതം കോട്ടാലിന് സാധിച്ചില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് പല സമയത്തും ഒരു വെക്കേഷൻ ആഘോഷിക്കാൻ വന്നതുപോലെ ഗ്രൗണ്ടിനകത്ത് അതിൻ്റെ പെർഫോമൻസ് അനുഭവപ്പെട്ടിരുന്നു. ചില സമയത്ത് പ്ലേയേഴ്സ് മുന്നോട്ട് കയറി പോകുമ്പോഴൊക്കെ അതേ നോക്കി നിൽക്കുന്ന പോസായി പോകുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടും സർപ്രൈസിങ് ആയിരുന്നു. കാരണം നമ്മൾ അങ്ങനെ ഒരു പ്രീതം കോട്ടാലിനെ ഇന്ത്യൻ ടീമിലോ കൊൽക്കത്തയിലോ കണ്ടിട്ടേ ഇല്ല. അദ്ദേഹം അത്രയും അഗ്രസീവായിട്ട് വാച്ച്ഫുള്ളായിട്ട് ലീഡർഷിപ്പ് ക്വാളിറ്റി ഏറ്റെടുക്കുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ സംഭവങ്ങളൊക്കെ എങ്ങോട്ടൊക്കെ പോയെന്നുള്ളൊരു നിശ്ചയമില്ല. ആ രീതിയിൽ ഒരു ബിഗിനർ ലെവൽ സെൻറ്റർ ബാക്ക് എങ്ങനെയാണോ പെരുമാറുന്നത്, ആക്ട് ചെയ്യുന്നത്, അതുപോലെയൊക്കെ പ്രീതം കോട്ടാൽ ഈ ഒരു സീസണിൽ പെരുമാറിയിട്ടുണ്ട്. സോ അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്. നമുക്ക് ഒരു ഉറപ്പ് കിട്ടുന്ന പെർഫോമൻസ് എന്തുകൊണ്ടും വരും എന്ന് 100% ഉറപ്പിച്ച് കൊണ്ടുവന്ന ഒരു പ്ലെയറാണ്. അദ്ദേഹത്തിൽ നിന്ന് സില്ലി ആയിട്ടുള്ള നോട്ടപ്പിശ കൊണ്ടുവരുന്ന ഗോളുകൾ, അല്ലെങ്കിൽ ടൈമിങ് തെറ്റിപ്പോകുന്നു, അല്ലെങ്കിൽ ടാക്കിൾ സക്സസ്ഫുൾ ആവുന്നില്ല, പ്ലേയേഴ്സ് അദ്ദേഹത്തിന് മറികടന്ന് മുന്നോട്ട് പോകുന്നു. റൈറ്റ് ബാക്കായിട്ട് കളിക്കുമ്പോഴാണെങ്കിലും ഓവർലാപ്പ് ചെയ്യുമ്പോൾ നല്ല ക്രോസുകൾ കൊടുക്കുന്നില്ല, മിസ് പാസുകൾ വരുത്തുന്നു. സോ അത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത, അല്ലെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. നമ്മൾ കൊടുത്ത വിലയ്ക്കനുസരിച്ചുള്ള ഒരു പെർഫോമൻസ് പ്രീതം കോട്ടാലിൽ നിന്ന് വന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. സോ അതൊരു വലിയ ഡിസപ്പോയിന്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ്. അത് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വെർഷൻ ഡൗൺലോഡ് ചെയ്തതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ പ്രീതം കോട്ടാലും തിരിച്ചു വരേണ്ടതിൻ്റെ ഒരു വലിയ ആവശ്യമുണ്ട്. സോ ഇത് എൻ്റെ ഒരു ടോപ്പ് 5 പിക്സ് ആണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലെയറിനെയും വിമർശിക്കാനോ പോയി പൊങ്കാലിടാനോ വേണ്ടി ചെയ്തൊരു വീഡിയോ അല്ല. എല്ലാ പ്ലെയറിനും ഈ പറഞ്ഞ പോലെ കരിയറിൽ ഇങ്ങനെ ഉയർച്ച താഴ്ചകളുണ്ടാവും. അത് തീർച്ചയായിട്ടും റിക്കവർ ചെയ്ത് തിരിച്ചു വരും. ആ സമയത്ത് നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ആ ലെവലിലേക്ക് തിരിച്ചു വരേണ്ടതാണ്. അത് ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം കൂടിയാണ്. സോ നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ പിക്സ് ഡിഫറൻ്റ് ആണെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് എന്തായാലും മറ്റു വീഡിയോയിൽ കാണാം. ബൈ.